കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ച് വരുന്നത്. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ പ്രാർത്ഥന വാക്കുകളാണ് ഇത് എന്നുള്ളത് നാം ധ്യാനിച്ചതായ വിഷയമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ജനത്തിന് ഒരു യഥാസ്ഥാനത്വം ആവശ്യമായി വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവമാക്കി വെച്ചതായ സ്ഥാനത്തു നിന്നും ഒരു വ്യക്തി മാറിപ്പോയാൽ അതിന്റെ തിക്തഫലം അത് എന്തുമാത്രം ദുരന്തമാണ്, ആഴമേറിയതാണ് എന്ന് നമ്മൾ കാണുവാൻ ഇടയായിട്ട് തീർന്നു. അതിനാധാരമായിട്ട് നമ്മൾ എടുത്തത് പഴയ നിയമത്തിലുള്ള ചില ഭക്തന്മാരുടെ പ്രാർത്ഥന വാക്കുകളാണ്. തങ്ങൾ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്നും മാറിപ്പോയത് കൊണ്ട് അവർക്ക് വന്നതായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന അവസ്ഥ, അവർക്ക് ലജ്ജിക്കേണ്ടി വന്നതായ സാഹചര്യം, വിശപ്പിന് അത് കാരണമായിട്ട് തീർന്ന കാര്യം, അപമാനത്തിനും കരച്ചിലിനും അടിമത്വത്തിനും എല്ലാം അത് കാരണമായിട്ട് തീർന്നു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യം, ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുക എന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അത് എല്ലാ നിലയിലും വലിയ ഭാരം നമുക്ക് ഉളവാക്കുന്നതാണ്. ദൈവവചനം അനുസരിച്ചതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളുണ്ട്. ദാനിയേലിനെ കുറിച്ചൊക്കെ അങ്ങനെയാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നു എന്ന ഒരു കുറ്റം, അതിന്റെ പേരിൽ അവൻ ഉപദ്രവിക്കപ്പെട്ടു. അവൻ സിംഹത്തിന്റെ കുഴിയിൽ അകപ്പെടുവാനൊക്കെ ഇടയായിട്ട് തീർന്നു. അതുപോലെ അനേക ദൈവഭക്തന്മാർ. എന്നാൽ ഇവിടെ നാം കാണുന്നതായ ഈ ശൂന്യതയ്ക്കും നിന്ദയ്ക്കും പരിഹാസത്തിനും അപമാനത്തിനും കരച്ചിലിനും ഏകാന്തതയ്ക്കും ഒക്കെ കാരണമായിട്ട് തീർന്നത് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോയി എന്ന കാരണത്താലാണ്. അത് നമ്മിൽ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിന് വേണ്ടി വിശുദ്ധമായി നിൽക്കുന്നതിന്റെ പേരിൽ ഇതൊക്കെ നമുക്ക് വന്നാൽ അത് സ്വർഗം പ്രതിഫലം തരുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവം നമ്മെ ആക്കി വെച്ചതായിരിക്കുന്ന മേഖലയിൽ നിന്ന്, അതെവിടെ തന്നെയും ആകട്ടെ, ദൈവം നമ്മെ ഒരു സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ട്. ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ഒരു സ്ഥാനം ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ആ കാര്യത്തിൽ തുടരുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. ഇവർക്ക് ഈ സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണ്? ഇന്ന് നാം അതാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനം ഇവർക്ക് നഷ്ടപ്പെട്ടു? ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കുറേശ്ശെയായിട്ട് ആ കാര്യങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാനിയേൽ പ്രവചനത്തിലേക്ക് നമുക്ക് വരാം. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണല്ലോ ഈ കാര്യത്തിന് നമ്മൾ ചില മാതൃകകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന
വേദഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നാം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിക്കുമ്പോൾ, ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു. അവിടെ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു? ഒരു മടങ്ങി വരവുണ്ട് എന്ന് മനസ്സിലാക്കിയ ദാനിയേൽ ദൈവസന്നിധിയിൽ ചെന്ന് കരയുന്ന ഒരു പ്രാർത്ഥന വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവാസത്തിലേക്ക് തങ്ങൾ പോകേണ്ടി വന്നതെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ദാനിയേലിനെയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഇസ്രയേലിൽ നിന്ന്, യെരുശലേമിൽ നിന്ന്, ആ ദൈവാലയത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഈ ബാബേലിലേക്ക്, അന്യജാതികളുടെ നടുവിലേക്ക്, വിഗ്രഹാരാധനക്കാരുടെ നടുവിലേക്ക്, ആരാധനയില്ലാത്ത ഇടത്തേക്ക് എന്തുകൊണ്ട് ഞങ്ങൾ വരപ്പെട്ടു? അത് ദാനിയേലിന് ബോധ്യമായ കാര്യമാണ്. പ്രാർത്ഥനയായിട്ട് ഇവിടെ രൂപപ്പെടുന്നത്. താൻ പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അന്യായം പ്രവർത്തിച്ചു എന്നാണ്. തെറ്റായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തെറ്റായ കാര്യം അല്ലെങ്കിൽ അന്യായമായത് ഞങ്ങൾ പ്രവർത്തിച്ചു, പിന്നെ ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, പിന്നെ ഞങ്ങൾ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ നിയമം ഞങ്ങൾക്കൊരു ബാധകമല്ല, ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഞങ്ങൾ കണ്ടു. എന്താ ചെയ്തത്? അവർ സമ്മതിച്ച കാര്യം എന്താണ്? ഞങ്ങൾ പാപം ചെയ്തു. ഇതിനൊക്കെ ഒറ്റ വാക്കും, എല്ലാം ഒരു വാക്കാണ്, പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനഃപൂർവമായിരിക്കുന്ന ലംഘനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം, ഒരുവൻ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറിപ്പോയാൽ പിന്നെ അവന്റെ നിയന്ത്രണം ആർക്കാ? പിന്നെ പിശാചിനാ. പിന്നെ അവന്റെ ജീവിതത്തിൽ ആ ദൈവവുമായിട്ടുള്ള സാന്നിധ്യത്തിൽ നിന്നുമുള്ള അകൽച്ചകൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നതിലേക്കല്ല, പല തെറ്റിലേക്ക് അവൻ വഴുതി വീഴും, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. അതുകൊണ്ട് ആ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ കേവലം പാപം ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ വായിക്കുന്നത് ഞങ്ങൾ അന്യായം പ്രവർത്തിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നു. ദുഷ്ടത പ്രവർത്തിച്ചു. അത് ആർക്കുള്ള പ്രവൃത്തിയാണ്? വാസ്തവത്തിൽ ജാതികൾക്കുള്ള പ്രവൃത്തിയാണ് ദുഷ്ടത. എന്നാൽ ഞങ്ങൾ അത് ചെയ്തു. അതൊക്കെ എന്താണ് അവർ ചെയ്ത പാപം, എന്താണ് അവർ ചെയ്ത അന്യായം, എന്താണ് അവർ ചെയ്ത ദുഷ്ടത എന്നൊക്കെ നമുക്ക് പിന്നത്തേതിൽ പഠിക്കാനായിട്ട് ഓരോന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ നാം വായിച്ചതുപോലെ ഞങ്ങൾ നിന്നോടും മത്സരിച്ചു. അതാണ് ഈ പാപം ജീവിതത്തിൽ സംഭവിച്ചാൽ, ലക്ഷ്യത്തിൽ നിന്നും മാറ്റപ്പെട്ടാൽ പിന്നെ ഒരു തരം മത്സരമാണ്. ഇന്നുള്ള ദൈവത്തിന്റെ സഭകളിൽ വളരെ ദുഃഖകരമായി നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു പറ്റം ആളുകൾ ഇന്ന് വലിയ മത്സര മനോഭാവമാണ്. അവർക്ക് നിയമങ്ങളൊന്നും ഒരു ബാധകം അല്ല. ഇന്ന് എത്രയോ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവദാസന്മാരെന്ന് കാണുന്നവർ പോലും, അവരുടെ തലമുറകൾ പോലും, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ സുഖമായിട്ടങ്ങ് ജീവിക്കണം, അതിനാരും തടസ്സം നിന്നുകൂടാ, അതിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ആരും അതിന് വിഘ്നം നിൽക്കേണ്ടതില്ല, ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, ഞങ്ങൾക്കൊരു വഴിയുണ്ട്, അതിലൂടെ ഞങ്ങൾ പോകൂ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇന്നിന്റെ തലമുറയിൽ ദൈവജനത്തിന്റെ മധ്യേ ഉണ്ട് എന്നത് നമ്മൾ ഓർക്കണം. അപ്പൊ ദൈവമാക്കി വെച്ചതായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുവാനുള്ളതായ കാരണം
അവിടെ അതാണ് ദാനിയേല് പറയുന്നത്. ഇനി അതിന്റെ 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി എന്നാണ്. നിന്നോട് ഞങ്ങൾ എന്ത് കാണിച്ചു? ദ്രോഹം കാണിച്ചു. അതിന്റെ മറ്റൊരു വാക്കെന്ന് പറയുന്നത്, അവിടെ വായിക്കുന്നത് ഒറ്റിക്കൊടുക്കുക എന്ന വാക്കാണ്. ഒറ്റിക്കൊടുക്കുക. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റഡ് അഗൈൻസ്റ്റ് യു എന്നാണ്. ദൈവത്തിന് എതിരായി നിൽക്കുവാനായിട്ട് അവർ അവരെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു. അതിന്റെ മറ്റൊരു വാക്കാണ് ഒറ്റിക്കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ അവർ ചെയ്തതായിരിക്കുന്ന പാപത്തെ കുറിച്ച് ദാനിയേൽ ദൈവസന്നിധിയിൽ കരയുകയാണ്. ഞങ്ങൾ എന്താ ചെയ്തത്? നിനക്കെതിരായി നിൽക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്ത് കമ്മിറ്റ് ചെയ്തു എന്നാണ്. ഒരു മടിയും അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ നമ്മുടെ മധ്യയും ഉണ്ട്. എന്ത് പറഞ്ഞാലും ഇല്ല, ഞങ്ങൾ അത് അനുസരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഈ വഴിയിൽ കൂടെ മാത്രമേ പോകൂ എന്ന് ശഠിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ എന്ന് പറയുന്നവർ ഇന്നുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്ന് തോന്നിയാലും ചില കാര്യങ്ങളിലൊക്കെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പറയുന്നതായ കൽപ്പിക്കുന്നതായ കാര്യങ്ങളെ മനഃപൂർവമായി ലംഘിച്ചുകൊണ്ട് ആ പാപം ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ദ്രോഹം ചെയ്യുക. നമുക്ക് ദൈവത്തെ ദ്രോഹിക്കാനായിട്ട് പറ്റുമോ? പറ്റും. എങ്ങനെയാ പറ്റുന്നത്? ഇതാണ് നമ്മുടെ വഴിക്ക് നടക്കാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. അതാണ് ദാനിയേൽ പറയുന്നത് 7-ാം വാക്യത്തിൽ, ഞങ്ങൾ ദ്രോഹം ചെയ്തു. 8-ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ നാം അവിടെ വായിക്കുന്നത്, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതു തന്നെ. കർത്താവെ, ഞങ്ങൾ ആരോട് പാപം ചെയ്തു? ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. ഒരുപക്ഷെ മറുതലിക്കുന്നത് സഭയോടായിരിക്കാം, ദൈവദാസന്മാരോടായിരിക്കാം. നിങ്ങൾക്കെന്താ എന്റെ ജീവിതത്തിൽ കാര്യമെന്നായിരിക്കാം നിങ്ങൾ ചോദിക്കുക. പക്ഷെ ചെയ്യുന്നത് ആരോടാ? ദൈവത്തോടാണ്. പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. അത് നാം വളരെ ഭയത്തോടെ ഓർക്കണം. ഇതൊക്കെ നമ്മൾ ഓരോ വാക്കുകൾ പലരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഈ വ്യക്തി? കാരണം മറ്റൊന്നുമല്ല, ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് അവൻ അമ്പേ മാറിപ്പോയിരിക്കുന്നു. ഒരു യഥാസ്ഥാനത്തും ആ വ്യക്തിയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ ബോധ്യമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് താൻ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് താൻ പ്രാർത്ഥിച്ചത്. നമുക്കും ഇതേ മാർഗമുള്ളൂ. ഉപദേശിക്കുവാൻ നമുക്ക് സാധിക്കും, വചനം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെങ്കിൽ ആ വചന പഠനത്തിന് വിരോധമായിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? പിന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാകൂ. അതാ ദാനിയേൽ ചെയ്തത്. ഞങ്ങൾ നിന്നോടാണ് പാപം ചെയ്തത്. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ദാനിയേൽ അതേ പ്രാർത്ഥനാ വാക്കുകൾ തന്നെ അവിടെ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുകയാൽ. ഇങ്ങനെ ഞങ്ങൾ ആരോടാ പാപം ചെയ്തത്? അതിന് കാരണങ്ങളിക്കാൻ പിന്നാലെ വന്നുകൊള്ളാം. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തു. ആരോട്? ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. പിന്നെ നാം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു.
16-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും നിന്റെ ജനം നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. എന്താ നാം മനസ്സിലാക്കുന്നത്? അവർ പാപം ചെയ്തു, അവർ ദുഷ്ടത പ്രവർത്തിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ എത്ര പ്രാവശ്യമാണ് അത് ദാനിയേൽ ആവർത്തിക്കുന്നത്? നമ്മൾ എത്ര പ്രാവശ്യം ഒരു പ്രാർത്ഥനയിൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയും? എത്രയോ തെറ്റുകൾ നാം ചെയ്യുന്നു. നമ്മുടെ വാക്കുകളിൽ തെറ്റുന്നു, സംസാരങ്ങളിൽ നാം, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എത്രയോ അരുതാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എത്ര വാക്ക് പറയും? ഒറ്റ വാക്ക്, കർത്താവേ ഞാൻ പാപം ചെയ്തു, അങ്ങ് ക്ഷമിച്ചേനെ. പക്ഷെ ഓരോ സാഹചര്യങ്ങളെയും ദാനിയേൽ എന്ന ദൈവഭക്തൻ ജീവിതത്തിൽ മനസ്സിലാക്കി കർത്താവിനോട് ചേർന്നിരുന്ന് അവൻ രട്ടിലും വെണ്ണീറിലും കിടന്ന് അവൻ കരയുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞങ്ങൾ പാപം ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ അവൻ പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ ദ്രോഹം ചെയ്തു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു കർത്താവേ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥന. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അയ്യോ, ഞാൻ എൻ്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഏറ്റു പറയുന്നത് ആകപ്പാടെ ഒരു മോശമായിട്ടുള്ള കാര്യമാണോ? അല്ല, ഒരു മോശവും ആ കാര്യത്തിലില്ല. എന്നിൽ സംഭവിച്ച പാപം ഞാൻ എൻ്റെ ദൈവത്തോട് ഹൃദയം തുറന്ന് ഞാൻ ഏറ്റുപറയണം. അതങ്ങ് സമ്മതിച്ചാൽ മതി. അതിൻ്റെതായിരിക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നാം എസ്രായുടെ ഒരു പ്രാർത്ഥനാ വാക്കുകളിലേക്കും നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. നാം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ വേദഭാഗങ്ങൾ നാം തുടർമാനമായിട്ട് ചിന്തിക്കേണ്ടതായിരിക്കുന്ന വേദഭാഗങ്ങളാണ്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രവാസികളുടെ അകൃത്യം നിമിത്തം. അവിടെ എന്താണ് വായിച്ചത്? പ്രവാസികളുടെ അകൃത്യം ചെയ്തു പോയി. അവിടെ അകൃത്യം എന്നുള്ളതിന് ഫെയ്ത്ത്ഫുൾനെസ് എന്നാണ്, ഫെയ്ത്ത്ലെസ്നെസ് എന്നാണ്, അവിശ്വസ്തത. അവിടെ അവിശ്വസ്തത എന്താണ് എന്ന് അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി, അതുകൊണ്ട് അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു. എന്താ സംഭവം? അവരുടെ ജീവിതത്തിലുണ്ടായ അവിശ്വസ്തത എന്താണ്? ദൈവം അവരോടൊരു കാര്യം കൽപ്പിച്ചത് അവരത് എന്ത് ചെയ്തില്ല, അത് അവർ അനുസരിച്ചില്ല. ഞാൻ അതിലേക്ക് പിന്നാലെ വന്നുകൊള്ളാം. അവരുടെ ജീവിതത്തിന്റെ അകൃത്യം എന്ന് പറയുന്നത് വിശുദ്ധ സന്തതി ദേശത്തോട് ഇടകലർന്നു. ഇന്നത് സംഭവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നവർ വേർപാട് ജീവിതത്തിന്റെ കണിക പോലുമില്ലാതെ ഇന്ന് ജീവിക്കുന്ന ദുരന്ത കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാൽ ഇന്ന് വളർന്നു വരുന്നതായിരിക്കുന്ന യുവതലമുറ, അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്ന പിതാക്കന്മാർ, അയ്യോ ദുഃഖകരം തന്നെ. അവിശ്വസ്തമായിരിക്കുന്ന ഒരു തലമുറയായിട്ട് തലമുറ തീരുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഒരു യഥാസ്ഥാനത്വം ഞങ്ങൾക്ക് വളരെ ആവശ്യം എന്ന് തന്നെയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവിടെയും നെഹമ്യാവിന്റെ പ്രാർത്ഥന തന്നെയാണല്ലോ നാം കാണുന്നത്. അവിടെയും 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന, അതിന്റെ ഒടുവിലത്തെ വാക്ക്, ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. നെഹമ്യാവും ഏറ്റുപറയുന്നത് എന്ത് തന്നെയാണ്? ഞങ്ങൾ പാപം ചെയ്തു. നെഹമ്യാവ് പറയുമ്പോ ഞാനും എന്റെ
പിതൃഭവനവും ഞാനും എൻ്റെ വീട്ടുകാരും ദൈവമേ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നാം മുടിയൻപുത്രന്റെ ആ കാര്യം കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ മുടിയൻപുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യൻ പറയുന്നത്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്നാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വിലാപങ്ങൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവളുടെ അതിക്രമ ബാഹുല്യം നിമിത്തം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ യെരൂശലേം കഠിന പാപം ചെയ്തിരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെയും നമ്മൾ കാണുന്നത്. 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. അവിടെ യിരെമ്യാവും കരയുന്നത് എന്തിനെ കുറിച്ചാണ് കരയുന്നത്? ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ കഠിന പാപം ചെയ്തു പോയി. വിലാപങ്ങൾ 1-5, 1-8, 5-16 ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അവനും യിരെമ്യാവും തന്റെ ജനം ചെയ്തതായിരിക്കുന്ന പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന കാഴ്ചയാണ്. 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദാവീദ് എന്താ പറഞ്ഞത്? ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. 51-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഇതെല്ലാം കാണിക്കുന്നത് ഈ വാക്യങ്ങളല്ലേ. ഇനിയും നമ്മൾ പരിശോധിച്ചാൽ 100 കണക്കിന് വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. എന്നാൽ ആ വിഷയം നമുക്ക് മനസ്സിലായല്ലോ. ദൈവം ആക്കി വെച്ചതായ സ്ഥാനത്ത് നിന്ന് ഇവർ മാറ്റപ്പെട്ടതിന്റെ കാരണം എന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇവരുടെ പാപം. ആ പാപത്തിന്റെ ഭയങ്കരത്വം, അതിന്റെ വ്യത്യസ്തത എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി ആട്ടെ, ഇവർ ചെയ്ത പാപം എന്താണ്? ഇത്രയും നേരം നാം കണ്ടത്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ ദ്രോഹം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ മത്സരിച്ചു. ഏതെല്ലാം കാര്യത്തിലാണ്? വളരെ കാര്യങ്ങളിലുണ്ട്. വളരെ കാര്യങ്ങളിൽ അവർ തെറ്റിപ്പോയതായിട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് പ്രവചന വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. നാം ഒന്ന് മനസ്സിലാക്കുക, ഏറെക്കുറെ ഈ ബൈബിളിന്റെ ക്രമാനുഗതമായ പഠനം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഹമ്യാവിന്റെ ആ പുസ്തകത്തോടു കൂടെ പഴയ നിയമം തീർന്നു. ശരിക്കും പഴയ നിയമത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കാലക്രമേണ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നെഹമ്യാവിന്റെ പുസ്തകത്തോടു കൂടെ പഴയ നിയമം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് യെശയ്യാവിന്റെ, യെരമ്യാവിന്റെ, എസെക്കിയേലിന്റെ, ദാനിയേലിന്റെ, അതുപോലെ സങ്കീർത്തനങ്ങളെല്ലാം അതിന് മുൻപ് നടന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴാണ് ഈ നെഹമ്യാവ് ഒടുവിൽ ഞങ്ങൾക്ക് ഒരു മടങ്ങി വരവ് വേണം എന്ന പ്രാർത്ഥനയുടെ ഉത്തരം യെരൂശലേം ദേവാലയത്തിന്റെ ആ പണിയും പുനഃസ്ഥാപനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അതൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് യഥാസ്ഥാനത്വം എന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ അതൊക്കെ പഠിക്കാനായിട്ട് ധാരാളം കൃപ നൽകുമാറാകട്ടെ. ഇവർ ചെയ്തതായിരിക്കുന്ന പാപം എന്താ? വ്യത്യസ്തമായ നിലകളിൽ നമുക്കത് കാണുവാൻ കഴിയുമെങ്കിലും അടിസ്ഥാനപരമായി ഒരു കാര്യമാണ് പാപം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവർ പാപം എന്തായിരുന്നു, അവരുടെ പാപമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒരു വാക്യം ആദ്യമായിട്ട് വായിക്കാം. ഹോശേയ പുസ്തകം, ഹോശേയ പ്രവചനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവർ ആദാം എന്ന പോലെ
നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ, ആരാണ് ഈ അവർ? ഇസ്രായേലാണ്. അവർ ചെയ്ത പാപം എന്താണ്? ആദാം എന്ന പോലെ. ആദാം ചെയ്ത പാപം എന്താണ്? അവിടെ വായിച്ചത് എന്താണ്? എന്റെ നിയമത്തെ ലംഘിച്ചു, എന്റെ കൽപ്പനയെ അവൻ ലംഘിച്ചു. അപ്പോൾ അടിസ്ഥാനപരമായി ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന്, നാം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയെങ്കിൽ അതിന്റെ കാരണം എന്താ? കാരണം ആദാം നിയമത്തെ ലംഘിച്ചു. നിയമം ലംഘിച്ച, നിയമം നമുക്കറിയാം, അതിലേക്ക് നമുക്കൊന്ന് വരാം. എന്താണ് ആദാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന നിയമം? ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, തിന്നരുത്, അല്ലെ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? നീ മരിക്കും. അപ്പോൾ അവിടെ രണ്ട് കാര്യമാണ് ദൈവം പറയുന്നത്. ഒന്ന്, നീ തിന്നരുത്. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമമാണ്. നീ തിന്നാൽ നീ മരിക്കും. തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ ആദം എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ആ നിയമത്തെ ആദം ലംഘിച്ചു. അപ്പോൾ ആദാമിന് എന്ത് സംഭവിച്ചു? അവൻ മരിച്ചു. അവനെ ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. നാം ചിന്തിച്ചു വരുന്നത് പോലെ ദൈവം ആക്കിയ സ്ഥാനത്ത് നിന്നും അവൻ മാറിപ്പോകേണ്ടതായിട്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവിടെ നമുക്കറിയാം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 33:6 നമ്മൾ വായിക്കുന്നത് എന്താ? അവൾ പറിച്ചു തിന്നു, അവനും കൊടുത്തു. അവനും തിന്നു. അവൾ പറിച്ചു തിന്നു, അവനും കൊടുത്തു, അവനും തിന്നു. അവിടെ എന്താ സംഭവിച്ചത്? നിയമത്തിന്റെ ലംഘനമാണ് സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ആദമും ഹവ്വയും പാപം ചെയ്തത് എപ്പോഴാ? വാസ്തവത്തിൽ എപ്പോഴാ അവരാ നിയമം ലംഘിച്ചത്? നാം ഓർക്കുന്നു, ഒരുപക്ഷെ അവർ പറിച്ച് തിന്നപ്പോഴാകാം. വാസ്തവത്തിൽ എങ്ങനെയാ? അതിനു മുൻപ് തന്നെ. അവിടെ ഒരു വാക്ക്, ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു എന്ന് പറയുന്നതിന്റെ അവിടെ വിശ്വാസപാതകം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെക്കാൾ അധികം പിശാചിനെ അങ്ങ് വിശ്വസിച്ചു. വാസ്തവത്തിൽ ഹവ്വ എന്ന ആ സ്ത്രീ ആദ്യമായി പിശാചിനെ കേൾക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ എന്തു വന്നു? പാപം ചെയ്തു. അവൾ ഹൃദയത്തിൽ രൂപപ്പെട്ടതായ പാപം. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു. ആദമിന്റെയും ഹവ്വയുടെയും ഹൃദയത്തിലാണ് ആദ്യം വിശ്വാസപാതകമുണ്ടായത്. അവരുടെ ഹൃദയത്തിലാണ് അവർ ആദ്യം നിയമം ലംഘിച്ചത്. ആ നിയമലംഘനമാണ് പ്രവൃത്തിയിലൂടെ അത് കാണിച്ചത്. ഒറ്റ നിമിഷം കൊണ്ടൊന്നും ഇത് സംഭവിച്ചതല്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വചനം ലംഘിക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ടങ്ങ് സംഭവിക്കുകയല്ല. അതിനെക്കുറിച്ചുള്ളതായ ആലോചനകൾ, അതേക്കുറിച്ചുള്ളതായ ചിന്തകൾ, ഇന്നതൊക്കെ സംസാരിക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങൾ, ഇന്നതുപോലെയൊക്കെ പെരുമാറണമെന്നുള്ള ഒരുക്കങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞു? അതാണ് ദാവീദ് പറഞ്ഞപ്പോൾ 139 നമ്മൾ സങ്കീർത്തനം 139 വായിക്കുന്നുണ്ടല്ലോ, എന്റെ ഇരിപ്പും നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ പറയാതെ പോകുന്ന വാക്കുകൾ പോലും നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ കരുതി കൂട്ടുന്നത് പോലും എന്താണ്? അത് നിയമലംഘനമാണ്. ആദമും ഹവ്വയും
അവർ ദൈവത്തെക്കാൾ ഉപരിയായി പിശാചിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? മോഹം വന്നു. ആ മോഹം പാപമായി വ്യതിചലിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് അവർ എന്ത് ചെയ്തത്? ആ വൃക്ഷഫലം പറിച്ച് തിന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, അവരെന്താ ചെയ്തത്? ഇവിടെ നാം വായിച്ചതുപോലെ എന്താണ് അവർ ചെയ്ത പാപം എന്ന് ചോദിച്ചാൽ നിയമത്തെ അവർ ലംഘിച്ചു എന്ന് തന്നെയാണ്. ഇനി നമ്മൾ ദാനിയേലിന്റെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അവിടെ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന വാക്കുകളിൽ എന്താണ് ദാനിയേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ എന്താ വായിക്കുന്നത്? ഞങ്ങൾ മത്സരിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നത്, നിന്റെ കൽപ്പനകളും വിധികളും ഞങ്ങൾ വിട്ടുമാറിയിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. എന്താ അവർ ചെയ്ത പാപം? ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദാനിയേൽ അടുത്ത ശ്വാസത്തിൽ ദൈവത്തോട് പറയുന്ന വാക്കെന്താ? എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് അവിടെ എന്താ വായിക്കുന്നേ? നിന്റെ കൽപ്പനകളും വിധികളും. അതാ പാപം. ഏതാ പാപം? കൽപ്പനകളും വിധികളും വിട്ടുമാറുന്നു. അതുപോലെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ആ വചനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങൾ കേട്ടില്ല, അനുസരിച്ചില്ല. ഇന്ന് ആർക്കും ഇതൊക്കെ കേൾക്കാൻ താല്പര്യം? പലർക്കും താല്പര്യമൊന്നുമില്ല. വചനം കേൾക്കുന്നത് ഇന്ന് താല്പര്യമില്ലാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു. പിന്നെ വേണ്ടേ അനുസരിക്കാൻ? കേട്ടാലല്ലേ അനുസരിക്കത്തുള്ളൂ. കേൾക്കാൻ തയ്യാറാകാത്ത, ദൈവവചനം വായിക്കാൻ മനസ്സില്ലാത്ത, ദൈവവചനം ധ്യാനിക്കാൻ മനസ്സില്ലാത്ത, ആ ദൈവവചനം കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു ഹൃദയമാണ് നിങ്ങളുടേതെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ദൈവമാക്കിയ സ്ഥാനത്തല്ല. നാം ദൈവമാക്കിയ സ്ഥാനത്തല്ല. നമുക്ക് ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ, ദൈവം പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ ആഗ്രഹം വേറെ എന്തൊക്കെയോ ആണ്. ഓർത്തുകൊള്ളുക, നാം ദൈവമാക്കിയ സ്ഥാനത്തല്ല. സഭായോഗത്തിന് വരുന്നുണ്ട്, പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സിന് വരുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം കേൾക്കാനും പഠിക്കാനും അനുസരിക്കാനും മനസ്സില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവമാക്കിയ സ്ഥാനത്ത് ഞാനില്ലെന്നാ. അതുകൊണ്ട് ഇതൊക്കെ ധ്യാനിക്കണം, ഇതൊക്കെ ഓർക്കണം. എന്റെ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ എന്താ ചെയ്യുന്നത്? എന്തിനാ മറ്റുള്ളവരെ നമ്മൾ വിധിക്കാൻ പോണത്? നാം എന്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവാചകന്മാരോട് പ്രതികരിക്കുന്നത്? ദൈവദാസന്മാരോടുള്ള എന്റെ പ്രതികരണം എന്താണ്? ദൈവവചനത്തോടുള്ള എന്റെ പ്രതികരണം എന്താണ്? അത് വചനപ്രകാരമുള്ളതാണ്, യോഗ്യമാണോ? എന്തിനാ ദൈവം പ്രവാചകന്മാരെ ആക്കി തന്നത്? എന്തിനാ സഭയിൽ ദൈവം ഉപദേഷ്ടാക്കന്മാരെ തന്നത്? എന്തിനാ ദൈവം സഭയിൽ ഇടയന്മാരെ തന്നത്? എന്തിനാ ദൈവം സഭയിൽ സുവിശേഷകന്മാരെ തന്നത്? അത് ദൈവത്തിന്റെ പ്രമാണമാണ്. ആ ദൈവമാക്കി വെച്ചതായിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ കേൾക്കുന്നതായ തിരുവെഴുത്തുകൾ കേൾക്കാനും അനുസരിക്കാനും ആർക്ക് ബാധ്യതയുണ്ട്? എനിക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്. അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ സഭാ കൂടി വരവിൽ ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. വ്യർത്ഥമാണ്. പേരിൽ നീ ദൈവസഭയിലുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ ദൈവസഭയിൽ നിന്ന് അന്യമാണ്. ഇതൊക്കെ ആര് കേൾക്കാൻ? ആർക്കും ഇങ്ങനെയൊക്കെ കേൾക്കാൻ താല്പര്യം? വല്ല രോഗസൗഖ്യത്തെ കുറിച്ചോ അത്ഭുത രോഗശാന്തിയെ കുറിച്ചോ പണം കിട്ടുമെന്ന കാര്യത്തെ കുറിച്ചോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഞങ്ങളൊക്കെ കേട്ടോളാം. ഞങ്ങളുടെ പാപത്തെ കുറിച്ച് മാത്രം ആരും, അനുസരണക്കേടിനെ കുറിച്ചൊന്നും ആരും ഒന്നും പറയണ്ട, വേണ്ട. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾ ചെയ്ത പാപം എന്താണ്? ഞങ്ങൾ നിന്റെ വചനം കേട്ടനുസരിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ഞങ്ങളുടെ മുമ്പിൽ വചനം വെച്ചിരുന്നു,
പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് പിന്നത്തേതിൽ പഠിക്കാനുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയാലാണ് ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ നമുക്ക് അറിയുവാൻ കഴിയൂ. യിരെമ്യാവിലേക്ക് പോകുമ്പോൾ പിന്നെയും പുറകിലേക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക്, ദിനവൃത്താന്ത പുസ്തകത്തിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ കൂടെ മുന്നറിയിപ്പുകൾ നൽകി ശാസിച്ചു ദൈവം. പക്ഷെ എന്ത് ചെയ്തില്ല? ആ ശാസനയെ അവർ കൂട്ടാക്കിയില്ല. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് അവർ കരുതി. പക്ഷെ ഓർക്കുക, ഇത് ബാധകമാകുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. ഇവിടെയും വായിക്കുന്നു, ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ. എന്താ നടപ്പ് എന്ന് പറഞ്ഞാൽ? ജീവിക്കാൻ. ന്യായപ്രമാണം പറയുന്നത് പോലെ, ദൈവവചനം അനുശാസിക്കുന്നത് പോലെ ഒരു പുതിയ നിയമസഭയിലുള്ള ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം, അതിൽ എല്ലാ കാര്യങ്ങളും വരും. അവന്റെ നടപ്പ്, അവന്റെ വസ്ത്രധാരണം, അവന്റെ ജീവിത വിശുദ്ധി, അവൻ എന്ത് കാണണം, അവൻ എന്ത് കേൾക്കണം, എവിടെയൊക്കെ പോകണം, എവിടെയെല്ലാം ഇരിക്കണം, എന്തെല്ലാം പ്രവർത്തിക്കണം, ഇതെല്ലാം അതിനകത്ത് വരും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടെ വായിച്ചതുപോലെ, ഞങ്ങൾ അതൊന്നും കേട്ട് അനുസരിച്ചില്ല, ഞങ്ങൾ ചെയ്തത് വലിയ പാപമാണ് എന്ന് അവൻ പറഞ്ഞു. നാം അവിടെ അതൊക്കെ കുറെ കൂടെയൊക്കെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നല്ലോ. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തു. എങ്ങനെയാ പാപം ചെയ്തത്? എന്താ അവർ ചെയ്ത പാപം? അവിടെ നിന്റെ വചനം കേട്ടനുസരിക്കാതെ ആ ന്യായപ്രമാണത്തെ ഞങ്ങൾ ലംഘിച്ചിരിക്കുന്നു. വിശദീകരണം കൂടാതെ ഞാൻ മുൻപോട്ട് പോകട്ടെ. അവിടെ ദൈവശബ്ദത്തെ refusing to obey your voice. അവന്റെ ആ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ ആ വചനത്തെ അവരങ്ങ് നിരാകരിച്ചു. ഇതൊക്കെ എന്ത്? ഞങ്ങളിതൊക്കെ എത്ര വട്ടം കേട്ടിരിക്കുന്നു, എത്ര കാലമായി ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നു എന്നുള്ള മനോഭാവം ആണ് അവർ ചെയ്തതായ പാപം. ഇനി അതിന്റെ 14-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് വായിക്കുന്നത്. We have not obeyed. അവിടെയും വായിക്കുന്നു, ഞങ്ങളോ അവന്റെ വചനം കേട്ട് അനുസരിച്ചില്ല. ഞങ്ങൾ അനുസരിച്ചില്ല. നമ്മൾ ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ പ്രമാണം ഏതു വചനമാണോ നമ്മൾ ലംഘിക്കുന്നത്, ആ വചനം ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷ എന്താണോ അത് നമ്മൾ അനുഭവിക്കണം. മനസ്സിലായോ? അത് നമുക്ക് ഈ തിരുവെഴുത്ത് വായിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. നാം അതിന്റെ 11-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ 11-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുകയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ വചനം അരുത് എന്ന് പറയുന്നത് നാം ലംഘിച്ചാൽ, ആ വചനം ലംഘിക്കുമ്പോഴുണ്ടാകുന്ന ശിക്ഷ എന്തോ അത് നമ്മുടെ മേൽ വരും. അതാണ് ദൈവം ആദാമിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം അത് തിന്നു, ആദം മരിച്ചു. അല്ലേ? അപ്പോൾ ഏത് വചനമാണോ ലംഘിക്കുന്നത് ആ ലംഘനത്തിന് തക്കതായ ശിക്ഷ കിട്ടും. നാം കണ്ണുകൊണ്ടാണ് പാപം ചെയ്യുന്നതെങ്കിൽ ആ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപത്തിന് ശിക്ഷ എന്താണോ അത് നാം അനുഭവിക്കണം. അധരം കൊണ്ടാണ് പാപം ചെയ്യുന്നതെങ്കിൽ അധരം കൊണ്ട് പാപം ചെയ്യുന്നതിന് ശിക്ഷ എന്താണോ അത് ഞാൻ അനുഭവിക്കണം. എന്റെ ശരീരത്തിന്റെ ഏത് അവയവം കൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത് ആ അവയവം കൊണ്ട് ചെയ്യുന്ന പാപത്തിന് ശിക്ഷ എന്താണോ അത് ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. ഇവിടെ ദാനിയേലിന് ഒരു കാര്യം വ്യക്തമായി, ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നതിന്റെ കാരണം എന്താണ്?
ഞങ്ങൾ കൽപ്പന ലംഘിച്ചു. ആ കൽപ്പനയുടെ ലംഘനത്താൽ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് എന്ത്? ശാപവും ആണയും നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും, ശാപഗ്രസ്തരായി മാറും എന്ന് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന ദാനിയേൽ പറയുന്നത്. ഇത് നമ്മൾ ഓർക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നാം ആരെയും വിധിക്കുവാൻ പോകണ്ട. ഞാൻ എന്നെ തന്നെ ഓർത്താൽ മതി. എന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചിട്ടുള്ളതിന്റെ കാരണം എന്താണ്? എന്റെ പാപമാണോ? ഞാൻ ചെയ്ത ലംഘനമാണോ? ഞാൻ ദൈവത്തോട് ചെയ്ത ദ്രോഹമാണോ? ഞാൻ ദൈവകൽപ്പനയെ ലംഘിക്കുകയാണോ? പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാഞ്ഞിട്ടാണോ? എന്താണ് ഞാൻ ചെയ്ത പാപം? അതൊന്ന് ഇരുന്ന് ഓർത്താൽ അറിയാം. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റായി വന്നു പോയിട്ടുണ്ട്. ദൈവവചനപ്രകാരം ഇന്ന കാര്യങ്ങളിൽ എന്റെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്. ദൈവം എന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇന്ന കാര്യങ്ങളെ ഞാൻ അനുസരിച്ചിട്ടില്ല. ഞാൻ അതിനോട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്താണോ അതങ്ങനെ തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്ക് ന്യായപാലനം നടത്തിവന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളി ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. അരുളി ചെയ്ത അനർത്ഥങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവവചനത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചത് കൊണ്ട് വചനം പറഞ്ഞിരിക്കുന്നതായ ആ കാര്യത്തെ ഞങ്ങളുടെ മേൽ വന്നപ്പോൾ ദൈവമേ നീ എന്ത് ചെയ്തു എന്ന്? നിന്റെ വചനം നീ നിവർത്തിച്ചു എന്ന്. നിന്റെ വചനം നീ നിവർത്തിച്ചു. യെരുശലേമേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിങ്ങളെ ചേർക്കുവാൻ എത്രയോ വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾ മനസ്സാകുന്നില്ലെങ്കിൽ നിങ്ങൾ ശൂന്യമാകും. യെരുശലേം ശൂന്യമായില്ലേ? കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ അന്നത്തെ ഇസ്രായേൽ തയ്യാറാകാതിരുന്നത് കൊണ്ട്, ദൈവജനം തയ്യാറാകാതിരുന്നത് കൊണ്ട് AD 70 എന്താ സംഭവിച്ചത്? ആ പട്ടണം ശൂന്യമാക്കപ്പെട്ടു, ദൈവാലയം ശൂന്യമാക്കപ്പെട്ടു. ശൂന്യമാകുമെന്ന് പറഞ്ഞാൽ അത് ശൂന്യമാകും. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം ലംഘിക്കുമ്പോൾ, ആ വചനം ലംഘിച്ചാൽ എന്ത് ശിക്ഷയാണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്, ആ ശിക്ഷ നമ്മുടെ മേൽ വരിക തന്നെ ചെയ്യും. അത് നാം അനുഭവിക്കും. ഒരുപക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ മക്കളിൽ ഞാൻ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അത് ദൈവത്തിന്റെ നീതിയാണ്. അതാണ് ദാനിയേല് വളരെ വേദനയോടുകൂടെ പറയുന്നത്. എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെ. അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ ഇന്ന് വായിച്ച് നമുക്ക് നിർത്താം. അവിടെ വായിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എന്താ വന്നിരിക്കുന്നത്? ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. പഴയ നിയമത്തിൽ നമ്മൾ മറ്റേ ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ധാരാളം നിയമങ്ങൾ നൽകുന്നുണ്ട്. ആ നിയമങ്ങൾ അവര് പാലിക്കുന്നില്ലെങ്കിൽ അതിന് ശിക്ഷയും പറയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ നാം ഭയപ്പെട്ട് ഈ നാളുകളിൽ ജീവിക്കണം. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ കാരണമാക്കണം. ദൈവസന്നിധിയിൽ ദാനിയേൽ ചെയ്തതുപോലെ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ലംഘനങ്ങളും മത്സരങ്ങളും എല്ലാം നമുക്ക് ഏറ്റുപറയണം. ദൈവം നമ്മെ ഒന്ന് യഥാസ്ഥാനത്താക്കട്ടെ. അവന്റെ ഹിതം നമ്മിലൂടെ നിവർത്തിക്കുമാറാക്കട്ടെ ദൈവം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ വചന കേൾവിയാൽ നമ്മുടെ സ്ഥലം സഭയ്ക്കും ഈ വചനം കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ഇതൊരു പരിവർത്തനത്തിനും രൂപാന്തരത്തിനും കാരണമായിട്ട് തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.